ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാക്സിക്കോഗ്രാഫിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ കോമ്പോസിഷനിൽ രണ്ട് ഗ്രാഫ് അഡ്ജസന്റ് ആവണമെങ്കിൽ എന്താവണമായിരുന്നു? ഒന്നുകിൽ u1 ഈസ് അഡ്ജസന്റ് ടു v1 ഓർ u1 ഈക്വൽ ടു v1 ആൻഡ് u2 ഈസ് അഡ്ജസന്റ് ടു v2 എന്നാവണമായിരുന്നു. ഇനി അടുത്ത ഓപ്പറേഷൻ പറയുന്നത് നോർമൽ പ്രൊഡക്റ്റ് ഓർ സ്ട്രോങ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഗ്രാഫുകളുടെ ഓപ്പറേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ നോർമൽ പ്രൊഡക്റ്റ് G1 ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: G1 സ്ട്രോങ് പ്രൊഡക്റ്റ് G2 എന്ന് വായിക്കാം, അല്ലെങ്കിൽ G1 നോർമൽ പ്രൊഡക്റ്റ് G2 എന്ന് വായിക്കാം. ദ നോർമൽ പ്രൊഡക്റ്റ് ഓഫ് ടു സിമ്പിൾ ഗ്രാഫ്സ് G1 ആൻഡ് G2 ഈസ് ദ ഗ്രാഫ് വിത്ത് വെർട്ടെക്സ് സെറ്റ് v1 ക്രോസ് v2. ഇവിടെ എന്താണ് ഈ ഒരു ഓപ്പറേഷന്റെ നോർമൽ പ്രൊഡക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വെർട്ടെക്സിന്റെ സെറ്റ് എന്താണ് വരുന്നത്? അതിന്റെ വെർട്ടെക്സുകൾ എന്താ വരിക? v1 ക്രോസ് v2 ആണ് വരിക. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ അതേപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള G1 സ്ട്രോങ് പ്രൊഡക്റ്റ് G2ന്റെ വെർട്ടെക്സ് സെറ്റ് വരിക. വേറിൻ u1 u2 ആൻഡ് v1 v2 ഈ വെർട്ടെക്സ് സെറ്റിലെ രണ്ട് എലമെന്റ് എടുക്കുക. അത് ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എന്താണ് u1 u2 v1 v2 എന്നുള്ള ഓർഡേർഡ് പെയർ രൂപത്തിലാണ് ഈ v1 ക്രോസ് v2 ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും വരിക. അപ്പൊ ഈ v1 ക്രോസ് v2 രണ്ട് എലമെന്റ് ആയിട്ട് എന്തെടുത്തു? u1 u2നെയും v1 v2നെയും എടുത്തു. ഈ u1 u2 v1 v2 എവിടുത്തെ എലമെന്റ് ആണ്? v1 ക്രോസ് v2 എലമെന്റ് ആണ്. ഇതിലെ u1ഉം v1ഉം എവിടുത്തെ എലമെന്റ് ആണ്? G1 എലമെന്റ് ആണ്. u2ഉം v2ഉം G2 എലമെന്റ് ആണ്. v1 G1 എലമെന്റ് ആണ്, v2 G2 എലമെന്റ് ആണ്. അപ്പൊ ഇതിലെ രണ്ട് എലമെന്റ് v1 ക്രോസ് v2 രണ്ട് എലമെന്റ് u1 u2 ആൻഡ് v1 v2 ആർ അഡ്ജസന്റ് ഇൻ G1 സ്ട്രോങ് പ്രൊഡക്റ്റ് G2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ രണ്ട് എലമെന്റുകൾ G1 സ്ട്രോങ് പ്രൊഡക്റ്റ് G2 അഡ്ജസന്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ താഴെ പറയുന്ന മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? u1 ഈക്വൽ ടു v1 ആൻഡ് u2 ഈസ് അഡ്ജസന്റ് ടു v2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ G1 രണ്ട് എലമെന്റുകളാണ് എന്ത്? u1ഉം v1ഉം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഒന്നുകിൽ u1ഉം v1ഉം ഈക്വൽ ആവണം. ഈക്വൽ ആയാൽ മാത്രം പോരാ. എന്താണ് സെക്കൻഡ് എലമെന്റ് വരുന്നത്? ഏതാണ് സെക്കൻഡ് എലമെന്റ്? u2. അത് എവിടുത്തെ എലമെന്റാ? G2 എലമെന്റ് ആണ് അല്ലെ? ഏതൊക്കെ? u2ഉം v2. അപ്പൊ ഇതിൽ എന്ത് വേണം? ഈ ഫസ്റ്റത്തെ രണ്ട് എലമെന്റുകൾ ദാറ്റ് ഈസ് ഈ ഓർഡേർഡ് പെയറിലെ u1ഉം v1ഉം ഈക്വൽ ആവും വേണം. u2ഉം v2ഉം അഡ്ജസന്റ് അല്ലെ? u2 ഈസ് അഡ്ജസന്റ് ടു v2 എവിടെ? G2. അപ്പോ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്: ഒന്നുകിൽ u1ഉം v1ഉം ഈക്വൽ ആവണം, അല്ലെങ്കിൽ അതിന്റെ കൂടാതെ എന്താണ്? u2ഉം v2ഉം അഡ്ജസന്റ് ആവും വേണം. അതൊരു കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇത് തമ്മിൽ ഈ രണ്ട് എലമെന്റുകൾ തമ്മിൽ ഏതാ രണ്ട് എലമെന്റ്? u1 u2 ആൻഡ് v1 v2 തമ്മിൽ എന്തുണ്ട്? ഒരു എഡ്ജ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താണ്? u1 ഈസ് അഡ്ജസന്റ് ടു v1 ആൻഡ് u2 ഈക്വൽ ടു v2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആദ്യത്തെ രണ്ടെണ്ണം u1ഉം v1ഉം അഡ്ജസന്റ് ആവണം. എവിടെ? G1. അത് അഡ്ജസന്റ് ആയാൽ മാത്രം പോരാ. എന്ത് വേണം? u2 ഈക്വൽ ടു v2 ആവും വേണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലും എഡ്ജ് ഉണ്ട്. അതല്ലെങ്കിൽ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. എന്താണ്? u1 ഈസ് അഡ്ജസന്റ് ടു v1 ആൻഡ് u2 ഈസ് അഡ്ജസന്റ് ടു v2. u1ഉം v1ഉം അഡ്ജസന്റ് ആവണം. എവിടെ? G1. അത് കൂടാതെ u2ഉം v2ഉം അഡ്ജസന്റ് ആവണം. എവിടെ? G2. ഇത് രണ്ടും u1ഉം v1ഉം അഡ്ജസന്റ് ആവണം, u2ഉം v2ഉം അഡ്ജസന്റ് ആവണം. അങ്ങനെയാണെങ്കിലും എന്തുണ്ട്? ഇതില് ഒരു എഡ്ജ് ഉണ്ട്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. G1 എന്ന് പറയുന്ന ഗ്രാഫ് നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ u1 u2 എന്ന് പറയുന്ന ഗ്രാഫ് എടുത്തു. G2 എന്ന് പറയുന്നത് 4 വെർട്ടെക്സ് ഉള്ള v1 v2 v3 v4 എന്ന് പറയുന്ന 4 വെർട്ടെക്സ് ഉള്ള എടുത്തു. ഇനി എന്താണ് G1 സ്ട്രോങ് പ്രൊഡക്റ്റ് G2 എന്നുള്ളത് കാണാം. നമുക്ക് പെയിന്റിൽ ഒന്ന് നോക്കാം. ഇവിടെ അതിന്റെ ഇതെന്താ വരിക? വെർട്ടെക്സ് സെറ്റ് ആയിട്ട് വരുന്നത് അല്ലെ? വെർട്ടെക്സ് സെറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു 4 അതിന്റെ ക്രോസ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഒന്നിൽ എത്ര എണ്ണം വരുന്നുണ്ട്? ഇവിടെ G1 ആയിട്ട് എടുത്തത് 2 എണ്ണം, G2 ആയിട്ട് എടുത്തത് 4 വെർട്ടെക്സും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റിൽ മൊത്തം 8 വെർട്ടെക്സ് വരും. അപ്പൊ ഇനി ഇതിലെ രണ്ട് എലമെന്റ് ഫസ്റ്റ് ഒരു ഇത് കൺസിഡർ ചെയ്യുക. ഏതാ കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ് ഈ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യുക. ഇതേതാണ്? u1 v1 എന്ന് പറയുന്നത് വെർട്ടെക്സ് കൺസിഡർ ചെയ്യുക. ഇനി ഇതിൽ നിന്ന് എവിടേക്കൊക്കെ എഡ്ജ് ഉണ്ട്, ഇതിലേക്ക് എഡ്ജ് ഉണ്ടാവുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം.
എവിടുന്ന് ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് u1 v1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് u1 v2 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എഡ്ജ് ഉണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? u1 ഈക്വൽ ടു v1 ആണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെ. ആദ്യത്തെ രണ്ടും u1 ആണ്, അത് സെയിം ആണ്. അപ്പൊ അടുത്തത് അത് മാത്രം പോരാ, എന്താണ് u2 ഈസ് അഡ്ജസന്റ് ടു v2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ v1 ഉം v2 ഉം അഡ്ജസന്റ് ആണോ? v1 ആൻഡ് v2 അഡ്ജസന്റ് ആണ് അല്ലെ. അതുകൊണ്ട് എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ഇനി അടുത്തത് നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എഡ്ജ് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. u1 v1 നിന്ന് u1 v3യിലേക്ക് ഈ രണ്ട് വെർട്ടെക്സ് കൺസിഡർ ചെയ്യുക, എഡ്ജ് ഉണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? u1 ഈക്വൽ ടു v1 ആണോ? ആണ്, കാരണം u1 തന്നെയാണല്ലോ, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അടുത്തത് നോക്കിയാൽ മതി. u2 ഈസ് അഡ്ജസന്റ് ടു v2, കാരണം v1 ഉം v3 ഉം അഡ്ജസന്റ് ആണോ? v1 ഉം v3 ഉം അഡ്ജസന്റ് ആണോ? ഇവിടെ അഡ്ജസന്റ് അല്ല, അല്ലല്ലോ, v1 ഉം v3 ഉം അഡ്ജസന്റ് അല്ല. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. u1 ഈസ് അഡ്ജസന്റ് ടു v1 ആണോ? ഫസ്റ്റത്തെ രണ്ടെണ്ണം എന്താണ്, രണ്ടും സെയിം ആണ് അല്ലെ. അപ്പൊ സെയിം ആയതാണ് കാരണം സെൽഫ് ലൂപ്പും ഇല്ല. അപ്പൊ എന്താണ് അത് രണ്ടും അഡ്ജസന്റ് അല്ല. അപ്പൊ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് എന്താണ് മൂന്നാമത്തത് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യില്ല, കാരണം എന്താ u1 ഈസ് അഡ്ജസന്റ് ടു v1 അല്ല. അപ്പൊ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തില്ല, u1 v1 നിന്ന് u1 v3യിലേക്ക് എഡ്ജ് ഇല്ല. അതുപോലെ u1 v1 നിന്ന് u1 v4യിലേക്ക് എഡ്ജ് ഉണ്ടോ നോക്കുക. ഫസ്റ്റത്തെ രണ്ടെണ്ണം ഈക്വൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. u2 ഈസ് അഡ്ജസന്റ് ടു v2 ആണോ എന്ന് ചെക്ക് ചെയ്യുക, ആണോ? അല്ല. അപ്പൊ എന്തുണ്ടില്ല, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ നോക്കുക, u1 ഈസ് അഡ്ജസന്റ് ടു v1, രണ്ടും സെയിം ആയതുകൊണ്ട് അതും അല്ല. അപ്പൊ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. മൂന്നാമത്തും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു എഡ്ജ് ഇല്ല. ഇനി അതുപോലെ എന്ത് ചെയ്യാം, രണ്ടാമത്തെ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പെർമനന്റ് ആയിട്ട് ഒരു എഡ്ജ് ഉണ്ട്. ഇനി അതുപോലെ എന്ത് ചെയ്യാം, ഈ ഒരു വെർട്ടെക്സും ഇത് ഇപ്പൊ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു, ഈ ഒരു വെർട്ടെക്സും കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ എഡ്ജ് ഉണ്ടോ എന്നുള്ളതാണ് ഇനി അല്ലെ. ഇവിടെ എന്താണ് u1 ഉം u2 ഉം ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ് ഇതെന്തായാലും u1 ഈക്വൽ ടു v1 അല്ല. അപ്പൊ ഇനി ഇത് നോക്കുക, u1 ഈസ് അഡ്ജസന്റ് ടു v1 ആണോ നോക്കുക. അതാണ്, കാരണം u1 ഉം u2 അഡ്ജസന്റ് ആണല്ലോ. പിന്നെ എന്ത് നോക്കണം, u2 ഈക്വൽ ടു v2 ആണോ നോക്കുക. ഇവിടെ v1 ഉം ഈക്വൽ ആണ്. അപ്പൊ എന്തുണ്ട് ഇവിടുന്ന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ട്. ഇനി അതുപോലെ ഈ രണ്ടെണ്ണം എടുത്ത് നോക്കുക, u1 ഫസ്റ്റത്തെ രണ്ടെണ്ണം ഈക്വൽ അല്ല. അപ്പൊ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. u1 ഈസ് അഡ്ജസന്റ് ടു v1 ആണ്, കാരണം ഇവിടെ ആകെ രണ്ട് വെർട്ടെക്സ് ഉള്ളൂ, അത് തമ്മിൽ അഡ്ജസന്റ് ആണ്. ഇനി u2 ഈക്വൽ ടു v2 ആണോ നോക്കുക. u2 ഈക്വൽ ടു v2 ആണോ? v1 v2 സെയിം അല്ല. ഇനി എന്താ നോക്കണ്ടേ, സെയിം അല്ലെങ്കിൽ v1 ഈസ് അഡ്ജസന്റ് ടു u2 ആണോ നോക്കും അല്ലെ. u2 ഈസ് അഡ്ജസന്റ് ടു v2 സെയിം അല്ലെങ്കിൽ പിന്നെ എന്താ ഇത് രണ്ടും അഡ്ജസന്റ് ആണോ നോക്കണം. v1 ഉം v2 ഉം അഡ്ജസന്റ് ആണോ നോക്കുക. v1 ഉം v2 ഉം അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ഇനി അതുപോലെ ഈ രണ്ട് വെർട്ടെക്സ് u1 v1 ഉം u2 v2 നോക്കുക. u1 u2 ഈക്വൽ അല്ല, പക്ഷെ എന്തുണ്ട് u1 നിന്ന് u2യിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ഇനി v1 v3 നോക്കിയാൽ മതി. v1 v3 എന്തല്ല, ഇത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കണ്ടീഷൻ ശരിയല്ല. ഇനി v1 ഇത് രണ്ടും ഈക്വലും അല്ല അല്ലെ. ഇവിടെ എന്താണ് u1 ഈസ് അഡ്ജസന്റ് ടു v1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, u2 ഈക്വൽ ടു v2, കാരണം v1 ഉം v2 ഉം ഈക്വൽ അല്ലാത്തതുകൊണ്ട് അതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഇത് രണ്ടും തമ്മിൽ അഡ്ജസന്റ് ആണോ. ഏത് രണ്ടും തമ്മിൽ, v1 ഉം v2 ഉം തമ്മിൽ അല്ലെ അഡ്ജസന്റ് ആണോ നോക്കണം. v1 ഉം v2 ഉം തമ്മിൽ അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് എന്താണ് സോറി ഇതിലേക്കല്ലല്ലോ നമ്മൾ നോക്കുന്നത്, ഇതിലേക്കല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, മാറിപ്പോയതാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ഈ വെർട്ടെക്സ് ആണ്, വേറൊന്ന് ഈ വെർട്ടെക്സ് ആണ്. ഞാൻ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇതായി പോയി. അത് എന്തായാലും എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് രണ്ടും നോക്കുമ്പോൾ എന്താണ് u1 ഉം u2 ഉം ഈക്വൽ അല്ല. അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ടാമത്തെ u1 അഡ്ജസന്റ് ടു v1 ആണ് അല്ലെ. ഈ u1 ഉം u2 രണ്ടും തമ്മിൽ അഡ്ജസന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ നോക്കണം u2 ഈക്വൽ ടു v2 ആണോ. v1 ഉം v3 രണ്ടും ഈക്വൽ അല്ല. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഇനി മൂന്നാമത്തത് നോക്കുക, u1 ഈസ് അഡ്ജസന്റ് ടു v1, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കാരണം u1 ഉം u2 അഡ്ജസന്റ് ആണ്. ഇനി അടുത്തത് രണ്ടാമത്തെ രണ്ട് പെയറുകൾ തമ്മിൽ അല്ലെ സെക്കൻഡ് എലമെന്റുകൾ തമ്മിൽ അഡ്ജസന്റ് ആണോ. ഏതൊക്കെയാണ് സെക്കൻഡ് എലമെന്റ്, v1 ഉം v3. v1 ഉം v3 തമ്മിൽ എന്തല്ല, അഡ്ജസന്റ് അല്ല. അതുകൊണ്ട് എന്തില്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് വരുന്നില്ല. ഇനി അടുത്തത് എന്ത് കൺസിഡർ ചെയ്യണം, u1 v1 ഉം u1 v4 ഉം അല്ലെ. ഇത് u1 ഉം u2 ഉം സെയിം അല്ല. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ശരിയല്ല. ഇനി രണ്ടാമത്തെ എന്താണ്, v1 ഉം v4 ഉം സെയിം അല്ല. അതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷനും വർക്ക്ഔട്ട് ആവില്ല.
ലാസ്റ്റ് കണ്ടീഷൻ നോക്കിയാൽ മതി. u1ഉം u2ഉം അഡ്ജസന്റ് ആണ്, v1ഉം v4ഉം അഡ്ജസന്റ് ആണോ നോക്കുക. അഡ്ജസന്റ് അല്ല, അതുകൊണ്ട് എന്തില്ല, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് ഇല്ല. അപ്പൊ അതുപോലെ ഇനി എന്ത് ചെയ്യുക, ഈ ഒരു എലമെന്റ് സെക്കൻഡ് എലമെന്റ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരു എഡ്ജ് വരുമോ നോക്കുക. u1 ഫസ്റ്റത്തെ രണ്ട് സെയിം ആണ്. v2 v3 അഡ്ജസന്റ് ആണോ, v2ഉം v3ഉം തമ്മിൽ അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് വരും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമോ നോക്കുക. u1 ഫസ്റ്റത്തെ രണ്ടും സെയിം ആണ് അല്ലെ. അപ്പൊ ഇനി എന്താ നോക്കേണ്ടത്, v2ഉം v4ഉം അഡ്ജസന്റ് ആണോ. v2 v4 ഇവിടെ അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു എഡ്ജ് വരും. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു എഡ്ജ് വരും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഡ്ജ് വരുമോ നോക്കണം. u1ഉം u2ഉം ഈക്വൽ അല്ല, അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ ശരിയല്ല. ഇനി u1 ഈസ് അഡ്ജസന്റ് ടു v1 അല്ലെ. u1 ഫസ്റ്റത്തെ രണ്ട് എലമെന്റ് u1ഉം u2 ആണ്, അത് അഡ്ജസന്റ് ആണ്. അപ്പൊ ഇനി എന്ത് നോക്കണം, u2 ഈക്വൽ ടു v2 ആണ്. v2ഉം v1ഉം ഈക്വൽ അല്ലല്ലോ, ഈക്വൽ അല്ല. അപ്പൊ ഇനി എന്ത് ചെക്ക് ചെയ്യണം, അത് അഡ്ജസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണല്ലോ അടുത്ത എലമെന്റ്. ഏത് രണ്ട് തമ്മിൽ, v2ഉം v1ഉം അഡ്ജസന്റ് ആണോ നോക്കൂ. v2 ആൻഡ് v1 അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു പെർമനന്റ് ആയിട്ട് ഒരു എഡ്ജ് ഉണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടോ നോക്കണം. ഇവിടെ എന്താണ്, u1 അല്ലെ, ഇവിടെ u1 ആണ് u2 ആണ്, രണ്ടും അഡ്ജസന്റ് ആണ്. v2 അല്ലെ, v2 രണ്ടും സെയിമും ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, u1 u2 രണ്ടും സെയിം അല്ല, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷെ u1ഉം u2ഉം അഡ്ജസന്റ് ആണ്. അപ്പൊ എന്തുണ്ട്, സെക്കൻഡ് കണ്ടീഷനിലെ ഫസ്റ്റ് അല്ലെ, സെക്കൻഡ് ഓപ്ഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ചെക്ക് ചെയ്യേണ്ടത് v2ഉം v3ഉം ഈക്വൽ അല്ല. അപ്പൊ ഇനി എന്തൊക്കെ പോകണം, തേർഡ് കണ്ടീഷനിലേക്ക് പോകണം. u2 ആൻഡ് v3 അഡ്ജസന്റ് ആണോ എന്നുള്ളതാണ് അല്ലെ. ഇവിടുത്തെ u2ഉം ഇവിടുത്തെ v3ഉം അഡ്ജസന്റ് ആണോ. u2ഉം v3ഉം അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് ഉണ്ട്. അതുപോലെ എന്താണ്, v2ഉം v4 അഡ്ജസന്റ് ആയതുകൊണ്ട് അവിടുന്ന് ഇതിലേക്കും ഒരു എഡ്ജ് വരും. അത്രയാണ് ഈ ഒരു വെർട്ടെക്സിന്റെ കോമ്പിനേഷൻ വരും. ഇനി അടുത്ത വെർട്ടെക്സിന്റെ കോമ്പിനേഷൻ ഇതേപോലെ ഓരോ വെർട്ടെക്സ് എടുത്തിട്ട് അതിന് ബാക്കിയുള്ളതിനോടൊക്കെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഗ്രാഫ് കിട്ടും. g1 സ്ട്രോങ് പ്രോഡക്റ്റ് g2 എന്ന് പറഞ്ഞ ഇതിപ്പോ ഇത് ബാക്കി വെർട്ടെക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്കുക. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് നോർമൽ പ്രൊഡക്റ്റ് ഓർ സ്ട്രോങ് പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ നോക്കുക. ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിലൊന്ന് ചെയ്തിട്ട് അതിന്റെ ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് സ്വന്തമായിട്ടൊന്ന് വരച്ചു നോക്കുക. അതുപോലെ തന്നെ ഇതല്ലാത്ത വേറൊരു എക്സാമ്പിളും കൂടെ കൺസിഡർ ചെയ്യുക. g1 g2 ഇപ്പൊ ഇവിടെ എടുത്തതല്ലാത്ത വേറെ രണ്ട് എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഒരു സ്ട്രോങ് പ്രൊഡക്റ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതി വെക്കുക.